നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും ഒരു കീ എംപ്ലോയി ഉണ്ടാവും, വളരെ കീ എംപ്ലോയി. നമ്മുടെ കൂടെ 10-20 വർഷം ട്രാവൽ ചെയ്തൊരു വളരെ കീ എംപ്ലോയി ഉണ്ടാവും. അദ്ദേഹം ഒരു 10 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം ലീവ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു കീ എംപ്ലോയി ഉണ്ടാവും, എല്ലാ കമ്പനിയിലും ഉണ്ടാവും അങ്ങനത്തെ കീ എംപ്ലോയി. ദ ക്വസ്റ്റ്യൻ ഈസ് ദർ എനി പേഴ്സൺ ലൈക്ക് ദാറ്റ് ഇൻ യുവർ കമ്പനി? അങ്ങനെ ഒരാളുണ്ടോ? അല്ല, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പെട്ടെന്ന് ആൾക്കെന്ന് പറ്റിപ്പോയി എന്ത് ചെയ്യും അല്ലേ? ആൾ വന്നിട്ടില്ലെങ്കിൽ ഒരു മാസം നടക്കില്ല എന്ന് പറയുമ്പം ടെക്നിക്കലി ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വേറൊരാൾക്കും തന്നെ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള, വേറെ ട്രാൻസ്ഫറബിൾ അല്ല എന്ന പൊസിഷനിലാണ് ആളുടെ റോൾ ഉണ്ടാവുക കമ്പനിയിൽ. ആൾ വന്നിട്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൾക്ക് വേണ്ടി അത് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് കേട്ടോ. ഇൻവെസ്റ്റർ കാണുന്നത് അങ്ങനത്തെ ഒരാളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആളുടെ റീപ്ലേസ്മെൻറ്റ് യൂസ് എ സെക്കൻഡ് പേഴ്സൺ. ആൾക്ക് പകരം വേറെ ആളുണ്ട്, കാണിച്ചു കൊടുക്കാൻ വേറെ ആളുണ്ടേ. ഇയാളില്ലെങ്കിൽ ഇയാളില്ലെങ്കിൽ അയാൾ. അപ്പോൾ ടെക്നിക്കലി എന്താ പറയുന്നത്, ഒരു വ്യക്തിയിൽ ഒരിക്കലും ഒരു സിസ്റ്റത്തിനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. Fintaxman, the mentor your business needs.